ഹലോ, ഇന്നത്തെ ഈവനിങ് സ്നാക്സ് കുക്കീസ് ഉണ്ടാക്കിയാലോ? അതിന് ഞാൻ 1/4 കപ്പോളം തേങ്ങ ചിരണ്ടിയതൊന്ന് ഡ്രൈ ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. ജസ്റ്റ് അതിൽ വെള്ളം ഒന്ന് വലിഞ്ഞ് കിട്ടിയാൽ മതി. ഇതുപോലെ ഒന്ന് കിട്ടിയാൽ മതി കേട്ടോ. ഇനി നമുക്ക് ഒരു ബൗളിലേക്ക് 1/2 കപ്പോളം നെയ്യ് ചേർത്ത് കൊടുക്കാം. 4 ടേബിൾ സ്പൂൺ പഞ്ചസാര പൊടിച്ചത് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്യണേ. ബീറ്റർ വെച്ചിട്ടോ വിസ്ക് വെച്ചിട്ടോ നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇനി ഒരു അരിപ്പയിലേക്ക് 1/2 കപ്പോളം ഗോതമ്പ് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1/2 സ്പൂണോളം ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. 2 സ്പൂണോളം പാൽപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നേരത്തെ ബീറ്റ് ചെയ്ത് വെച്ച നെയ്യിലേക്ക് നന്നായിട്ട് അരിച്ച് ചേർത്ത് കൊടുക്കാം. കട്ടകളൊന്നും ഇല്ലാണ്ട് അരിച്ച് ചേർത്ത് കൊടുക്കാവേ. 1/2 ടേബിൾ സ്പൂൺ ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കാം. ഒരു നുള്ളു ഉപ്പും ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. വേറെ പാലോ വെള്ളമോ ഒന്നും ചേർത്ത് കൊടുക്കുന്നില്ല. നെയ്യിൽ മാത്രമാണ് കേട്ടോ കുഴച്ചെടുക്കുന്നത്. കുറച്ച് ടൈറ്റുള്ള മാവായിട്ട് വേണം കേട്ടോ കിട്ടാൻ. ചപ്പാത്തി മാവിനേക്കാളും കുറച്ച് ടൈറ്റായിരിക്കണം. ഞാനിവിടെ ബിസ്ക്കറ്റ് ബേക്ക് ചെയ്യുന്നത് ഇഡ്ഡലി തട്ടിൽ കുറച്ച് ഉപ്പ് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇഡ്ഡലി തട്ടിൽ പാത്രം കേട് വരാതിരിക്കാനാണ്. അതിലൊരു ചെറിയ ഉരുള വെച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഒരു 20 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്യാൻ വെക്കുന്നുണ്ട്. ഇനി നമ്മുടെ ബിസ്ക്കറ്റിൻ്റെ മാവ് എടുത്തിട്ട് ഇതുപോലെ റൗണ്ട് ചെയ്തെടുക്കുന്നുണ്ട്. നേരത്തെ ഡ്രൈ ഫ്രൈ ചെയ്തിരിക്കുന്ന തേങ്ങയിലേക്ക് ഒന്നിട്ടിട്ട് നന്നായിട്ടൊന്ന് പൊതിഞ്ഞെടുക്കാവേ. ഇങ്ങനെ ചെയ്തെടുക്കുമ്പോൾ നമ്മുടെ ബിസ്ക്കറ്റിന് നല്ല സ്വാദാണ് കേട്ടോ. അപ്പോൾ എല്ലാ ബിസ്ക്കറ്റും റെഡി ആയിട്ടുണ്ട്. ബിസ്ക്കറ്റ് വെച്ച പാത്രത്തിൽ ഇച്ചിരി നെയ്യ് തടവണേ. ഇനി നമുക്ക് ഇഡ്ഡലി പാത്രത്തിലേക്ക് വെച്ച് കൊടുക്കാം. ഏകദേശം ഒരു 40 മിനിറ്റ് കഴിഞ്ഞാൽ കുക്കീസ് റെഡി ആവും കേട്ടോ. എൻ്റെ കുക്കീസ് കുറച്ചൊന്ന് മൂപ്പ് കയറിപ്പോയേ. അച്ഛന് കൊടുത്തോ. ബിസ്ക്കറ്റും ചായയാണ്. ബിസ്ക്കറ്റ് ഉണ്ടാക്കിയതാ. കുറച്ച് മൂപ്പ് കൂടിപ്പോയി. കഴിച്ചു നോക്കി. ഇവിടെ ഉണ്ടാക്കിയല്ലേ നല്ല രുചിയുണ്ട് കേട്ടോ. നമ്മള് ബേക്കറിയിൽ നിന്ന് വാങ്ങിയ അതേ രുചിയുണ്ട്. നല്ല നെയ്യൊക്കെ ചേർത്തിട്ട് ഉണ്ടാക്കിയതാ. നല്ല ക്രിസ്പി ആയിക്കണേ. തേങ്ങ പൊടിച്ചിട്ടിങ്ങനെ തേങ്ങ അതിന്റെ ടേസ്റ്റ് ഉണ്ട് കേട്ടോ. നല്ല രുചിയുണ്ട്.